പ്രതിപക്ഷ ഉപനേതാവ് പദവി തർക്കത്തിൽ സിപിഐക്കെതിരെ കടുപ്പിച്ച് പിണറായി വിജയൻ. വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു. ടി.പി. രാമകൃഷ്ണൻ ബിനോയ് വിശ്വത്തെ കാണുന്നതിൽ പ്രത്യേകതയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐ. വോട്ടെടുപ്പിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യകരമല്ല എന്നും സംഭാഷണങ്ങളും ചർച്ചകളുമാണ് പരിഹാരമെന്നും ബിനോയ് വിശ്വവും പ്രതികരിച്ചു. അതേ കഴിഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞതാണ്, അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എന്ത് വിട്ടുവീഴ്ചയാണ്, നാര വിട്ടുവീഴ്ച ഇതിന് വേണ്ടത്? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? അത് കാണുമല്ലോ, അത് ചർച്ച ചെയ്യുമല്ലോ. ഞാനും ബിനോയ് വിശ്വത്തെ കാണുമില്ലേ, അത് വേറെ കാര്യം. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കാണുന്നതിനൊന്നും വേറെ പ്രശ്നമൊന്നും വരില്ല. ഒരു വാശിയില്ല. എല്ലാത്തിനും അപ്പുറത്ത് CPIക്ക് അറിയാം, ഇടതുപക്ഷ ഐക്യമാണ് CPI രാഷ്ട്രീയത്തിന്റെ കാതൽ. CPIയുടെ വാതിൽ എല്ലാ കാലത്തും ചർച്ചയ്ക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കും. അങ്ങനെ LDFിനകത്തൊരു വോട്ടെടുപ്പിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യപരമല്ല. പരസ്പരം സംസാരിച്ചാൽ ആ വഴിക്ക് പരിഹാരം കാണാനുള്ള മാർഗം നോക്കുന്നതിന് പകരം LDFിനകത്ത് ആളെ പിടിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുന്നത് LDF രീതിയല്ല. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അല്പം കൂടി കടുത്തതാണ്. ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ ബിനോയ് വിശ്വം കൂടിക്കാഴ്ച, അതിലെന്താണ് അസാധാരണമായുള്ളത് എന്ന് പറയുന്നത്? ഒരു ക്ലോസ് ചാപ്റ്റർ ആണ് എന്നാണോ പിണറായി വിജയൻ പറയുന്നത്? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതാണ് യഥാർത്ഥത്തിൽ CPIയുടെ പ്രശ്നം. അതുതന്നെയാണ് പിണറായി വിജയനെ കൂടുതൽ പ്രകോപിതനാക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സ്മൃതി, ചർച്ചയ്ക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ ആ വാതിലിലൂടെ കയറി വന്ന് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്ന് കൃത്യമായി തന്നെ ഒരു സംശയത്തിനും ഒരു വ്യാഖ്യാനങ്ങൾക്കും ഇടവരുത്താത്ത തരത്തിൽ തന്നെയാണ് CPIഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതേക്കുറിച്ച് കൃത്യമായി ചോദിച്ചത് പിണറായിയിൽ വാർത്താ സമ്മേളനം കഴിഞ്ഞ ആഴ്ച നടത്തുന്ന സമയത്ത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അടഞ്ഞ അധ്യായം, അത് കഴിഞ്ഞു എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്, ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യം കൃത്യമായി ചോദിച്ചപ്പോഴാണ് അദ്ദേഹം കൃത്യമായി തന്നെ മറുപടി പറഞ്ഞത് അത് കഴിഞ്ഞതാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആര് വഴങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ ആര് വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആ കാര്യത്തെക്കുറിച്ച് CPIഎമ്മിന് ഒന്നും പറയാനില്ല, ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് കൃത്യമായി പറയുകയാണ് പിണറായി വിജയൻ. സ്വാഭാവികമായും CPI ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷമാണ് അന്ന് പിണറായിയിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് CPI ഇത് ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല. കീഴ്വഴക്കം മാറ്റണമെന്നൊക്കെ ബിനോയ് വിശ്വം പറയുന്ന തരത്തിലുള്ള ആവശ്യങ്ങളില്ലായിരുന്നു. ടി.പി. രാമകൃഷ്ണൻ അന്ന് കൂടിക്കാഴ്ചയ്ക്ക് പോകുന്ന ഒരു സന്ദർഭവുമില്ലായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ചർച്ചയെ ഇനി LDFിലില്ല എന്ന കാര്യം കൃത്യമായി പിണറായി വിജയൻ പറയുന്നത്. അതായത് CPI ഇനി അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കണം. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകുന്നത്.